എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരു 1000 നന്ദി പറയുവാണ്. കാരണം അത്ഭുത മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ മക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും 7:30 വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ലൈവിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കുചേരുക. നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ മാതാവ് നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കും. അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. അമ്മ മാതാവ് ലൈവിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് അതെല്ലാം മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് രോഗികളായിട്ടുള്ളവരെ അവരുടെ പൂർണ്ണ ആരോഗ്യം ലൈവിലൂടെ വീണ്ടെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ കടബാധ്യതയിൽ മുങ്ങിപ്പോയ പല കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങളും ആരൊക്കെ ജോയിൻ ചെയ്ത് അമ്മയോട് ആവശ്യങ്ങൾ സമർപ്പിച്ചോ അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ജപ്തി വക്കിൽ നിന്ന കുടുംബത്തെ വരെ അമ്മ മാതാവ് ലൈവിലൂടെ അമ്മ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് അമ്മ മാതാവ് ലൈവിലൂടെ ജോലി നൽകി. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് അമ്മ മാതാവ് മക്കൾ ലൈവിലൂടെ നൽകി. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങൾക്ക് ലൈവിലൂടെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും അമ്മ മാതാവ് ലൈവിൽ പങ്കെടുക്കുന്നവരെ കാണിച്ചു തരുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തരുവാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കെടുക്കുന്നോ അവർ ഭക്തിയോട് കൂടെ തന്നെ അമ്മ മാതാവിൻ്റെ ലൈവിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നേരിട്ടാണ് നിങ്ങൾ അമ്മ മാതാവിലേക്ക് സമർപ്പിക്കുന്നത്. അവിടെ വേറെ ആരുമില്ല, നിങ്ങളും അമ്മ മാതാവുമാണ്. അപ്പം നേരിട്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക, ലൈവിൽ പങ്കുചേരുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളായിക്കോട്ടെ, തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. അതീവ ഭക്തിയോട് കൂടെ തന്നെ ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. നിർബന്ധമായിട്ട് ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ടും പങ്കുചേരുക. മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടിടുക. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്ത് ചാനലിൽ കയറി ജോയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇന്ന് വൈകിട്ടുള്ള 7:30 ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് ലൈവിൽ ചേരുന്ന മക്കൾക്ക് അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന 3 പ്രോമിസുകളുണ്ട്. 3 പ്രോമിസാണ് അമ്മ മാതാവ് വെളിപ്പെടുത്തിയ 3 പ്രോമിസാണ്. ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാവും. നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കും. അമ്മ മാതാവിൻ്റെ പ്രോമിസാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു 3 പ്രോമിസിലാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘായുസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയുമുള്ള ഒരു കുടുംബം. സാമ്പത്തിക ഉയർച്ചയും, അതായത് നിങ്ങളിപ്പോൾ ഉള്ള കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരപകടവും കൂടാതെ അമ്മ മാതാവ് നിങ്ങളെ കാത്തുകൊള്ളും. ഒരപകടവും കൂടാതെ. നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് നടക്കുന്നവരെങ്കിലുമാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരപകടവും കൂടാതെ അമ്മ മാതാവ് നമ്മളെ കാത്തുകൊള്ളും. ഒരപകടവും കൂടാതെ. ഈ 3 പ്രോമിസാണ് അമ്മ മാതാവ് നമ്മൾക്ക് നൽകുന്നത്. അതിനായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അതുപോലെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ ലൈവിൽ നിർബന്ധമായിട്ടും പങ്കുചേരുക. എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയുന്നു ഉണ്ടാവും. കാരണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലൈവിൽ ആരൊക്കെ പങ്കെടുത്തു ആ മക്കളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായതിന് ഓർത്തേൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കുന്നതിന് ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. അമ്മ മാതാവേ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവേ, എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കടബാധ്യതകളൊക്കെ മാറിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിൽ ഉണ്ടാവണമേ അമ്മ മാതാവേ.
അതുപോലെ തന്നെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ ജപ്തിയൊക്കെ മാറിക്കൊണ്ട് അവരുടെ കുടുംബം നല്ല രീതിയിൽ സന്തോഷവും സമാധാനത്തോടും കൂടെ മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ അവർക്ക് മക്കളുണ്ടാകുവാനായിട്ടുള്ള അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭവനം ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് ഭവനം ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. സ്ഥലം വാങ്ങുവാനോ സ്ഥലം വിൽക്കുവാനോ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് ഉടനടി ആ ഒരു ആഗ്രഹം സാധിച്ച് ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മയോട് ചേർന്ന് തന്നെ അമ്മ മാതാവിനോട് ചേർന്ന് തന്നെ ഈ മക്കൾ നിൽക്കുന്നതാണ് അമ്മ മാതാവേ. ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിലെല്ലാം അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ അമ്മേ മാതാവേ അമ്മ മാതാവ് അവർക്ക് സന്തോഷവും സമാധാനവും ആ കുടുംബത്തിൽ ഉണ്ടാക്കണമേ അമ്മേ മാതാവേ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കളുടെ മക്കളുടെ ഇടയ്ക്ക് സമാധാനം കൊണ്ടുവരണേ അമ്മേ മാതാവേ. ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് തർക്കങ്ങൾ ഇവരുടെ ഇടയ്ക്കുണ്ടെങ്കിൽ അമ്മേ മാതാവേ ആ സ്വത്ത് തർക്കങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ അമ്മേ മാതാവ്. സമാധാനം ആ വീട്ടിൽ കൊണ്ടുവരണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അമ്മേ മാതാവ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ചെറിച്ചുകൊണ്ട് അമ്മയുടെ ഇടപെടൽ അമ്മയുടെ പ്രസൻസ് ആ വീട്ടിലുണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ എല്ലാ തരത്തിലുള്ള ലഹരി പദാർത്ഥ ഉപയോഗവും അമ്മ മാതാവ് മാറ്റി കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ തെറ്റായ ബന്ധങ്ങളൊക്കെ ഒഴിവായിക്കൊണ്ട് നല്ല രീതിയിലുള്ള ജീവിതം മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ ദിവസവും ലൈവിൽ പങ്കെടുത്തുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലി ലഭിക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് വിദേശത്തെ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അതുപോലെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നേഴ്സുമാർ ഇവരെല്ലാവരും ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരും വിടുവിക്കണമേ അമ്മേ മാതാവ്. ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറിപ്പോകണമേ അമ്മേ മാതാവേ. ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. ഇവർ ചെയ്യുന്ന ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മുന്നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രസൻസ് ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ.